Hello guys, welcome to my YouTube channel. So, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണല്ലേ, ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടു കാണും. സോ ടുഡേ ഐ എം ഗോയിങ് ടു curl my hair without using a heat curler. ഈ ഫാനിൻ്റെ സൗണ്ട് കാരണം എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മൈക്കില്ല, മൈക്ക് വാങ്ങണം പ്ലീസ്. നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണം, അതിന് കിട്ടുന്ന പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് മൈക്കൊക്കെ വാങ്ങാൻ വേണ്ടി. ഓക്കെ, സോ വാട്ട് ഐ വാസ് ടെല്ലിങ് വാസ്, എൻ്റെ ഹെയർ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കേളിയാണ്. ലൈക്ക് ഞാൻ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടില്ല, ഇന്നലെയാണ് ഹെയർ വാഷ് ചെയ്തത്. സോ ആഫ്റ്റർ ബാത്ത് എൻ്റെ ഹെയർ നോക്കുകയാണെങ്കിൽ ഫുൾ കേളിയാണ്. കേളി മീൻസ് പെർഫെക്റ്റ് മാഗി ആയിട്ട് കിട്ടും. പക്ഷെ ഇപ്പം ഞാൻ കോമ്പൊക്കെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. സോ ഇതാണ് സാധനം. ഇതിനകത്ത് സ്ക്രഞ്ചീസ് ഉണ്ട്, ഒരു ക്ലിപ്പുണ്ട്, പിന്നെ ഈ ഒരു സാധനം. ഇതാണ് മെയിൻ സാധനം ഞാൻ ഷീയെന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ലൈക്ക് 10 dirhams അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് കുറേ പേര് നേരത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്, ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അന്ന് എനിക്ക് വാങ്ങണമെന്ന് തോന്നിയില്ല, പക്ഷെ ഇന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി വാങ്ങാൻ. അങ്ങനെ ഞാൻ വാങ്ങി. എൻ്റെ കയ്യിൽ ഓൾറെഡി ഹീറ്റ് കളറുണ്ട് കേട്ടോ. മീൻ ഹെയറിന് കൂടുതൽ ഹീറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. സോ ഐ തോട്ട് ഈ സാധനം ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ അധികം കളർ യൂസ് ചെയ്യാറില്ല ഹെയറിൽ, സ്ട്രൈറ്റ്നറാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. ഓക്കെ, ഇനി ഇവിടെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്കറിയില്ല ചെയ്യാൻ. ഇതാണ് സംഭവം. നല്ല കളറല്ലേ, ഇതിൻ്റെ കുറേ കളേഴ്സ്. അങ്ങനെ നെയിൽ പോളിഷിന് മാച്ച്. ഫസ്റ്റ് വി നീഡ് എ കോംബ് എടുക്കുക. ഓക്കെ, ഫാൻ ഓഫ് ചെയ്യാം. ഫാൻ ഓഫ് ചെയ്തില്ല, ഓസിലേഷൻ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് മിഡിൽ പാർട്ടിഷൻ എടുക്കാം. ഫാൻ ഒരു ശല്യമായിട്ട് തോന്നുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, മിഡിൽ പാർട്ടീഷനായി എന്ന് തോന്നുന്നു. ഓക്കെ, മിഡിൽ പാർട്ടീഷൻ ആയില്ല. ഓക്കെ, ടൈം. നമുക്ക് ടാങ്കിൾസൊക്കെ കളയാം. കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താ. ഓക്കെ, പെർഫെക്റ്റ്. എന്നിട്ട് 2 സൈഡാക്കുക. എന്നിട്ട് ഈ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്ലിപ്പ്, സ്ക്രഞ്ചി, അപ്പോൾ ഇത്ര നീളമുണ്ട്. എന്നിട്ട് നമ്മളിതെടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഓ മൈ ഗോഡ്, എന്താകും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ക്ലിപ്പ് എടുക്കണം. അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ ദൈവമേ. ഓക്കെ, ക്ലിപ്പ് എടുത്തിട്ട് മിഡിൽ പാർട്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, വേദനയുണ്ട് എനിക്ക്. നോർമലി ഇങ്ങനെ ക്ലിപ്സൊക്കെ തലയിൽ വെക്കുമ്പോഴത്തേക്കും എനിക്ക് തല വേദനിക്കാറുണ്ട്. ഇതെന്താ ഇരിക്കാത്ത ഇങ്ങനെ? ഓക്കെ, ഇങ്ങനെ ആണെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ശരിയായിരിക്കണം. ഓക്കെ, അയ്യോ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. നോ പ്രോബ്ലം. വി നീഡ് ദിസ് തിങ്. നമ്മുടെ ഹെയർ കുറച്ചൊന്ന് നനയ്ക്കണം. ക്ലോസ് ആക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന്
നനയ്ക്കാം. ഇത്ര മതിയാകുമെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ ഒരു പാട്ടെടുക്കുക, ഒരു സ്മോൾ പാട്ടെടുക്കുക. കുറേ അധികം മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. കുറച്ച് ടൈറ്റ് ആക്കിക്കോ, ബിക്കോസ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലൂസായി വരും. ഓക്കെ, ഇങ്ങനെ ഒന്ന് ആക്കുക. ഓക്കെ, കോമഡി ആയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഒന്നും നനഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ സ്പ്രേ ചെയ്യാം. നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എന്നിട്ട് അടുത്ത പാട്ടെടുക്കുക. ലിപ് ഗ്ലോസ് ഇട്ടേക്കുന്നതുകൊണ്ട് മുടി ഇങ്ങനെ പായ്ക്കകത്ത് തന്നെ ഇരിക്കും. അതും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. Repeat the process until this part hair is over. ഈ ഫുൾ മുടി നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, I think my hair is not wet enough. ഇനി ഇത് നനയാത്തത് കൊണ്ട് കേൾസ് നന്നായിട്ട് വന്നില്ലെങ്കിൽ റിട്ടടിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് നൈസായിട്ട് കൈ വിട്ടായിരുന്നു. കൈ വിടരുത്. കൈ വിട്ടാൽ ഇങ്ങനെ എല്ലാം അഴിഞ്ഞു പോകും. ഓക്കെ, സോ കൈ വിടാതെ ചെയ്തുകൊണ്ടിരിക്കണം. കൈ നല്ല വേദനയുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇഫ് യു വോണ്ട് കേൾസ്, സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, കൈ വിട്ടാൽ എല്ലാം പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കമ്മലുള്ളത് കൊണ്ട് കണ്ട ഇങ്ങനെ മുടിയൊക്കെ ഇതിനിടയിൽ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ചെയ്യാം. ഈ ന്യൂ പാർട്ട് ഓഫ് ഹെയർ എടുക്കുമ്പോഴേ നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ എൻഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഊരി വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. ഇതൊക്കെ ഇവിടെ പുതിയതൊക്കെ കയറി വരുന്നു അതിൻ്റെ ഇടയിൽ നിന്നും. ഓക്കെ, കോമഡി ആയിട്ടുണ്ടല്ലേ? ഇതൊക്കെ ട്രെൻഡൊക്കെ കഴിയുമ്പോഴാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ഈ വീഡിയോ ഒക്കെ ഈ സാധനം ഇറങ്ങിയിട്ട് തന്നെ 1 year ആയി കേട്ടോ. 1 year കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഈ സൈഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാൻ പോവുകയാണ്. ഇതുണ്ടോ, ക്ലിപ്പൊക്കെ പൊസിഷൻ മാറി. നല്ല ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. നമ്മുടെ അല്ലാത്ത കേളർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തേനും മുടി ഫുള്ള് കേൾ ചെയ്ത് സെറ്റാക്കാമായിരുന്നു. ഓക്കെ, ഞാനൊരു ഭംഗിയില്ലാതെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല ഗൈസ്. സോ നിങ്ങൾ പേഷ്യൻസോടെ ചെയ്യണം. ഓക്കെ, സോ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സൈഡ്. എൻ്റെ ഹെയർ ഓൾറെഡി കേളിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അകത്തുള്ള ഇന്നർ പാർട്ട് ഹെയറൊക്കെ കേളിയാണ് ഓൾറെഡി. മിക്കവാറും ഇപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് വെക്കാം. ഓക്കെ, സോ യെസ്, അങ്ങനെ ഫൈനലി ഈ സൈഡ് കഴിഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും.
ഓക്കെ, സോ ഈ സൈഡ് നമ്മളങ്ങനെ ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആ സ്ക്രഞ്ചി എടുക്കുക, എന്നിട്ട് ഇവിടെ ടൈറ്റായിട്ട് കെട്ടണം. ഓക്കെ, അങ്ങനെ തന്നെ അല്ലേ? നമുക്ക് ഇതിൽ നോക്കാം. അങ്ങനെ തന്നെ ഇങ്ങനെ ഇടാം നമുക്ക്. സോ ഇതാണ്, ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് അയ്യോ ഈ സൈഡ് ലൂസായി കേട്ടോ. എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഈ സൈഡ് നേരത്തെ ഞാൻ ചുറ്റി വന്നപ്പോൾ ഉള്ള ടൈറ്റ്നെസ് ഇല്ല, നിങ്ങൾക്ക് കാണാം. ഫ്ലോപ്പ് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നെവർ മൈൻഡ്, ട്രസ്റ്റ് ദ പ്രോസസ്. നമുക്ക് ഈ സൈഡും നനയ്ക്കാം. ഓക്കെ, എന്നിട്ട് റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. ഓക്കെ ഗൈസ്, മൊത്തം ലൂസായി ഈ സൈഡിൽ നിന്ന്. കളയണമെന്നുണ്ട്, പക്ഷെ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതല്ലേ. ഓക്കെ, നമുക്ക് ഈ സൈഡിലും അത് ചെയ്യാം. എന്താവുമെന്ന് നമുക്ക് പിന്നെ നോക്കാം. നോ പ്രോബ്ലം, ബിക്കോസ് ഈ സൈഡ് നല്ല ലൂസായി. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ബ്യൂട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഒരു വൃത്തിയില്ലാതെയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിന്നിട്ടാണ് ചെയ്യുന്നത്, അതാണ് എനിക്ക് അതിനെക്കാട്ടിലും ദേഷ്യം വരുന്നത്. നിങ്ങൾക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം വാങ്ങരുത് കേട്ടോ. ഇതിപ്പോൾ വാങ്ങണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക്. 10 grams ആയതുകൊണ്ട് ഇതെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് ഇത് നോക്കി ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ബൈ. ഹായ്. സോ ഇതാണ്, രണ്ട് സൈഡും ചെയ്തു. ഈ സൈഡ് കുറച്ചും കൂടെ ലൂസായി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ലീവ് ഇറ്റ് ഓൺ ഫോർ 3 to 6 hours ഫോർ ഓവർ നൈറ്റ്. ഓക്കെ, സോ ഞാൻ ഓവർ നൈറ്റ് ഇടുന്നില്ല. ഇവിടെ സമയം 6:17 ആയി. 3 hours വയ്ക്കാം. 6 hours ഒന്നും എനിക്ക് വയ്ക്കാൻ പറ്റില്ല, അതിനുള്ള പേഷ്യൻസ് ഇല്ല എനിക്ക്. ഞാനിത് 1 hour തന്നെ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ 3 hours കഴിഞ്ഞാൽ നമുക്ക് കാണാം. 3 hours ചുമ്മാ ഞാൻ കുത്തിയിരിക്കണം. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിക്കാം. ഞാൻ ഇന്നലെ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. എവിടെയത്? ഓക്കെ, ഇവിടെ ഉണ്ട്. ഗ്ലിറ്റർ ഐലൈനർ. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിടാൻ വേണ്ടി 3 hours വേണമെന്നല്ല. 3 hours എനിക്ക് എന്തായാലും ഇങ്ങനെ നിന്ന് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. സോ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നോക്കി വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബാക്കിലൊരു മിററുണ്ട്, പക്ഷെ ഓക്കെ, അത് ശരിയാവില്ല. മിക്കവാറും എനിക്ക് കോങ്കണ്ണാവും ഈ വ്ളോഗ് കഴിയുന്നതിന്. ഇത് നോക്കൂ, ഞാനൊരു വിങ്ഡ് ഐലൈനറാണ് ഉദ്ദേശിച്ചത്. വിങ്ങൊക്കെ വന്നു, പക്ഷെ മനസ്സിലാവുന്നില്ല അല്ലേ ഐലൈനറാണെന്ന്. കുഴപ്പമില്ല, ലാഷിലൊക്കെ ആയി. മാറ്റാം. അടുത്ത കണ്ണിൽ കൂടി എഴുതട്ടെ. അടുത്ത കണ്ണ് ഇവിടുന്ന് ട്രൈ ചെയ്യാം.
ദൈവമേ, നടക്കൂല. കൊളമായിട്ട് ഞാനൊന്ന് മായച്ചതായിരുന്നു. ഇതാണ് റിസൾട്ട്. പോകുന്നുമില്ല. ആ, പോകുന്നുണ്ട്. ഓഫ്, എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്. ഓക്കെ, കുഴപ്പമില്ല. മെസ്സിലെ വാട്ടർ ഇട്ടാൽ പോകും തോന്നുന്നു. നോക്കാം നമുക്ക്. ഇത് മേക്കപ്പ് റിമൂവൽ വീഡിയോ ആയിപ്പോയി. ഇപ്പോൾ കുറച്ച് മെസ്സിലെ വാട്ടർ എടുക്കാം. എന്നിട്ട് സീരിയസ്ലി എനിക്കറിയാതെ പോകുന്നു. ഓക്കെ, എല്ലാം പോയി. എല്ലാം പോയില്ല, അവിടെ കുറച്ചുണ്ട്. ഓക്കെ, ഡൺ. പോയി ഇട്ടിട്ട് ഇട്ടു 2 കണ്ണിലും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് ലൈനർ വെച്ച് വരച്ചിട്ട് അതിൻ്റെ പുറത്തോടെ ഇതിട്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? യെസ്, ബട്ട് ഇത് കൊള്ളാം. ലൈക്ക് കാഷ്വൽ വെയറിൻ്റെ കൂടെ ഇങ്ങനെ ആരും ഇടത്തില്ലായിരിക്കും. ഞാനിടില്ല. സോ ഇഫ് യു ഗോയിങ് ഫോർ സം പാർട്ടി ഓർ സംതിങ് യു ക്യാൻ ഡു ദിസ്. ഒരു ലൈനർ വെച്ച് വരച്ചിട്ട് അതിന് പുറത്തുകൂടെ ഈ ഗ്ലിറ്റർ ഇട്ടാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ബെറ്റർ. കേളിങ് മുടി കഴിക്കുമ്പോ കേളായിട്ട് കിടക്കും. ഇതിന്റെ അപ്ഡേറ്റ് തരാം ഗൈസ്. ഇതെല്ലാം ലൂസായി ഇപ്പൊ വീഴുമെന്ന് തോന്നുന്നു. 3 മണിക്കൂർ വെച്ചിരിക്കണം. ആ, ഇല്ല, ഇപ്പൊ വെച്ചതേ ഉള്ളൂ. 3 മണിക്കൂർ ഇനി ഇരിക്കണം. ആ, ഈ സൈഡ് കറക്റ്റായി, പക്ഷെ ഈ സൈഡ് ഇവിടെ ഒക്കെ ലൂസായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂരണം കേട്ടോ, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട്. അയ്യോ, ആ ക്ലിപ്പ് ഊരിയപ്പോൾ ഇതെല്ലാം ഇപ്പൊ അഴിഞ്ഞ് വീഴുമെന്നാണ് തോന്നണത്. ക്ലിപ്പ് വയ്ക്കാം. ഒരു ടൈറ്റ്നെസ് കിട്ടുമായിരുന്നു, പക്ഷെ എൻ്റെ തല വേദനിക്കുന്നു. ഓക്കെ, എന്നിട്ട് ശരിയായില്ല. മിക്കവാറും ഇതൊരു ഫ്ലോപ്പ് ഷോ ആവാനാണ് ചാൻസ്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത്ര സമയം ഞാൻ ഇന്നത്തെ ചെയ്തതാണ്. സോ എന്തായിരുന്നു നേപ്പാളിയാ? അച്ഛൻ എന്തോന്നായിട്ട് തോന്നുന്നു. ഞാൻ ഡെയിലി ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കണം. അതുകൊണ്ട് ബാച്ചിലർ പാർട്ടിക്ക് പോണ അച്ഛൻ നമ്മളെ കൊണ്ടുപോകാതെ ഓഫീസ് പാർട്ടിക്ക് പോകുന്നു. ഇതെന്താ ഇപ്പോ 1 മണിക്കൂർ പോലും ആയില്ല. കണ്ടില്ല മറ്റേ എപ്പോ ഇളക്കും? 3 മണിക്കൂർ. ഇപ്പൊ ഫെസ്റ്റിവൽ സെറ്റിൽ പോയെങ്കിൽ സമയം ഇപ്പം 7 സംതിങ് ആയി കേട്ടോ. സോ 1 hour ആയി. ഈ സൈഡ് ഓക്കെ ആണ്, ബട്ട് ഈ സൈഡ് കുറച്ചധികം ലൂസായി. ഞാൻ മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഊരും. ബിക്കോസ് എനിക്കിവിടെ വേദന എടുക്കുന്നുണ്ടല്ലോ, ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട്. ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ മൊത്തം ലൂസാവുന്നുണ്ട്. സോ അത് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇത് നമ്മൾ നനച്ചില്ലേ ഈ ഹെയർ, ഇപ്പോൾ വെറ്റാണ്. സോ ഈ ഹെയർ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ കേൾസ് നിൽക്കുമെന്ന്. അപ്പം ഹെയർ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സാധനം മാറ്റാം. സോ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലേ നിങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് എൻ്റെ ഹെയർ ഡ്രയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് കൂടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അന്നേരം ടീ പോട്ടിലിട്ട ടീ എങ്ങനെയുണ്ടാവും ടേസ്റ്റ്? മിച്ചറും
ഞാനല്ല ചായക്കകത്ത് മിക്സ്ചർ ഇട്ട് കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ടൈം 7 അല്ല 7 അല്ല 8 ആയി. 8 ആയി. സോ ഞാൻ വെച്ചത് 6 o'clock 6:17 എന്തുവായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ദൂരം ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല, ഒട്ടുമില്ല. പിന്നെ ഇതൊക്കെ ഇളകി വരാൻ തുടങ്ങി. ഓക്കെ, സോ ലെറ്റ്സ് റിമൂവ് ഇറ്റ്. ഓക്കെ, സംഭവം ഞാൻ ഇവിടെ ടൈറ്റാക്കിയല്ല വെച്ചത്, ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ടാണ് എനിക്കറിയില്ല. ഇങ്ങനല്ലേ റിമൂവ് ചെയ്യുന്നത്. കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എൻ്റെ ഹെയർ ഭയങ്കര വെറ്റാണ് ഇപ്പോഴും. ഓക്കെ, ഈ ക്ലിപ്പ് നമുക്ക് ഊരാം. മറന്നുപോയി ഈ ക്ലിപ്പ്. ഓക്കെ ഓക്കെ, വാവ്, ആക്ച്വലി ഗുഡ്. ലെറ്റ്സ് റിമൂവ് ദ സൈഡ് ഓൾസോ. ടൈറ്റാക്കി വെച്ചത് എന്തൊക്കെ സ്റ്റക്കായിരിക്കും. ഓക്കെ, വാവ്, സോ കൂൾ. അമ്മ നോക്ക്, നല്ല രസമുണ്ട്. സൂപ്പർ. ശരിക്കും ഏതൊരു ഫോറിൻ ലുക്കില്ലേ. നല്ല ഡ്രസ്സും കൂടെ ഇട്ടിട്ട് ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവായിരുന്നു രാവിലെ ഇത് ചെയ്തിരുന്നെങ്കിൽ. സൂപ്പർ. നമുക്ക് ഇവിടെയൊക്കെ പെർഫെക്റ്റ് ഗേൾസായി. അതെ, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും അർജൻറ്റായിട്ട് പോകണമെങ്കിൽ ഈ സാധനം ഒന്നും വെക്കരുത്. അത്ര ടൈം ഇത് വെച്ചേക്കണം, മിനിമം 2 hours വെക്കണം ഇത്. ബട്ട് റിസൾട്ട് അടിപൊളി. ഇത് ഇങ്ങനെ വെച്ചേക്കില്ല, ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കേണ്ടി വരും. പക്ഷെ കാരണം എൻ്റെ ഹെയർ ഇപ്പോഴും വെറ്റാണ്. നമുക്ക് മുടി ചീകിയിട്ട് നോക്കാം. നമുക്ക് ചീകുന്നത് പോകുമെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കട്ടെ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കിക്കൊണ്ട് അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സൈഡ് കറക്റ്റ് ആയില്ല, ഇവിടെ കുറച്ച് അതുണ്ടല്ലോ, ഇവിടെ ലൂസായിട്ട് വന്ന് അതാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ സൈഡ് സോ ഗുഡ്. ഈ സൈഡ് കുറച്ച് ഇതായിപ്പോയി, ബട്ട് ഈ സൈഡ് നല്ല രസമുണ്ട്. ആ കേൾസൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, ബൗൺസ് ആയിട്ടുണ്ട്. ബട്ട് ഈ സൈഡ് അങ്ങനെ കിട്ടിയിട്ടില്ല. Okay, so the results, I'm happy, so happy with it, because I'm 2 hours വെച്ചുള്ളൂ. So I think if you keep it overnight, it will be so good. So ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ കൊള്ളാം. ആൻഡ് ബിറ്റ് ഓഫ് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്താൽ ഇറ്റ് വിൽ സ്റ്റേ ഫോർ ലോങ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഇറ്റ് വിൽ സ്റ്റേ ഫോർ ലോങ്. ലെറ്റ്സ് സീ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീഡിയോ. I just wanted to take a video of using this result എടുക്കാൻ വേണ്ടിയാണ്. So hope you like the video. If you enjoyed this video, like, share and comment. And എനിക്ക് ഇനി വീഡിയോസ് ചെയ്യാനായിട്ട് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can put it on my comment. I will do it. Okay? Bye. See you in my next vlog.